തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് UDF. ജനുവരി ആദ്യവാരം വയനാട്ടിൽ നടക്കുന്ന ചിന്തൻ ശിബിരിൽ തെരഞ്ഞെടുപ്പ് പദ്ധതികൾക്ക് കോൺഗ്രസ് അന്തിമ രൂപം നൽകും. ഫെബ്രുവരിയിൽ കേരള യാത്രയ്ക്കും തീരുമാനം. സീറ്റ് വിഭജനം ഉടൻ പൂർത്തിയാക്കാനും ആലോചനയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ ഗുരുവായൂരിൽ മത്സരിച്ചേക്കുമെന്നാണ് ഇപ്പോഴുള്ള അറിവ്. ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കെ മുരളീധരന് നേതൃത്വം നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ്. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകാനുള്ള തിരുവനന്തപുരത്ത് നിന്ന്. സിബി, വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സീറ്റ് വിഭജനം സംബന്ധിച്ചാണ്. കെ മുരളീധരൻ ഗുരുവായൂർ മത്സരിക്കുമെന്നൊക്കെ അറിയുന്നു. നേരത്തെ അദ്ദേഹം വട്ടിയൂർക്കാവാണ് ശ്രമിക്കുന്നത് എന്നും അതുകൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതെന്നുമുള്ളൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം ഗുരുവായൂരിലേക്ക് എത്തുന്നത്? എന്താണ് മറ്റു വിശദാംശങ്ങൾ? നൗഫൽ, എന്തായാലും ഈ ഒരു തദ്ദേശ പോരാട്ടത്തിന് ശേഷം വലിയ ഉണർവിലും വലിയ ആവേശത്തിലുമാണ് കോൺഗ്രസ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്ന ഒരു വലിയ പ്രതീക്ഷ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. ആ ഒരു ആവേശവും ഉണർവും അത് നിലനിർത്തിക്കൊണ്ടു പോവുക, അതിനുവേണ്ടിയുള്ള പദ്ധതികൾ രൂപീകരിക്കുക എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന നേതൃയോഗത്തിൽ എല്ലാ നിലയും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രെൻഡ് നിലനിർത്തുക, അത് ഈ അടുത്ത ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു ഭരണത്തിലേക്ക് എത്തുന്ന അധികാരത്തിലെത്തുന്ന രീതിയിലേക്ക് പോവുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതിന്റെ ഭാഗമായി ജനുവരി 3, 4 തീയതികളിൽ 4, 5 തീയതികളിൽ ബത്തേരിയിൽ ഇത്തരത്തിലൊരു ചിന്തൻ ശിബിർ നടത്തും. അവിടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും. അതുകൂടാതെ ഫെബ്രുവരിയിൽ ആദ്യവാരം തന്നെ ഒരു ജാഥ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന ജാഥയും ഉണ്ടാകും. അങ്ങനെ ആ ഒരു UDF അനുകൂലമായ ട്രെൻഡ് നിലനിർത്തുക, അതോടൊപ്പം തന്നെ സ്വർണ്ണ കടത്ത്, ഭരണവിരുദ്ധ വികാരമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ UDF സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു ഉണർവും ഒരു ആവേശവും പ്രവർത്തകർക്കും നേതാക്കൾക്കുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള മികച്ച ക്യാമ്പയിനുകൾ നടത്താൻ തന്നെയാണ് ഇപ്പോൾ UDF തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റുള്ള എല്ലാ ഘടകകക്ഷികളുമായി സീറ്റ് വിഭജനം അടക്കമെല്ലാം നിലയിൽ നേരത്തെ പൂർത്തിയാക്കുക. കഴിഞ്ഞ ദിവസം PV അൻവറിന്റെ പാർട്ടിയെയും CK ജാനുവിന്റെ പാർട്ടിയൊക്കെ തന്നെ UDFന്റെ അസോസിയേറ്റ് അംഗങ്ങളായി ചേർത്തിരുന്നു. അതുകൂടാതെ കൂടുതൽ പേർ തങ്ങളുടെ മുന്നണിയിലേക്ക്, UDF മുന്നണിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ആ രീതിയിൽ സ്വീകരിക്കുക നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. NDAയുമായി അകന്നു നിൽക്കുന്ന BDJS അടക്കമുള്ള, അല്ലെങ്കിൽ NDAയുമായി അതിർത്തിയായി നിൽക്കുന്ന BDJS അടക്കമുള്ള പാർട്ടികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുക, അതോടൊപ്പം തന്നെ RJD അടക്കമുള്ള മറ്റുള്ള പാർട്ടികളെയൊക്കെ കൂടെ നിർത്തുക. അങ്ങനെ പരമാവധി പേരെ കൂടെ നിർത്തിക്കൊണ്ട് അധികാരത്തിലെത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസും UDFും മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി അവർ അവരുടെ എല്ലാവിധ രാഷ്ട്രീയമായ തന്ത്രങ്ങളും ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും കെ മുരളീധരനെ സംബന്ധിച്ച് പറഞ്ഞാൽ, കെ മുരളീധരൻ ഈ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും തിരുവനന്തപുരം മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മണ്ഡലം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നേതാക്കൾ അദ്ദേഹത്തോട് തൃശ്ശൂരിൽ പൂർണ്ണമായും നിന്നുകൊണ്ട്, അവിടെ ഗുരുവായൂർ അടക്കമുള്ള ഭാഗങ്ങളിൽ പൂർണ്ണമായി നിന്നുകൊണ്ട് അവിടെ മത്സരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. അവിടെ പൂർണ്ണമായും ഗുരുവായൂരിലേക്ക് കെ മുരളീധരൻ എത്തുമ്പോൾ ലീഗിന്റെ സീറ്റല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രാഥമിക ചർച്ച ഈ സീറ്റ് മാറുന്നത് സംബന്ധിച്ചൊക്കെ മുന്നണിക്കുള്ളിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ഈ സീറ്റ് വിഭജനം സംബന്ധിച്ചിട്ട് അതിന് ചർച്ചകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഈ അടുത്ത മാസം പകുതിയോടെ ഈ സീറ്റ് വിഭജന ചർച്ചകൾ പൂർണ്ണമാകുകയും കൂടാതെ ഫെബ്രുവരിയോടെ ഈ സീറ്റ് വിഭജനം, ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കുമെന്നാണ് ഇന്ന് കഴിഞ്ഞ ദിവസം VD സതീശൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. സ്വാഭാവികമായും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗുമായും മറ്റുള്ള ഘടകകക്ഷികളെ പാർട്ടികളുമായിട്ടെല്ലാം തന്നെയും കൃത്യമായൊരു ധാരണ എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെയാവാം കെ മുരളീധരൻ ഇത്തരത്തിലൊരു തൃശ്ശൂരിലേക്കടക്കം പോയിക്കൊണ്ട് അവിടെ പൂർണ്ണമായി നിന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പൂർണ്ണമായും അവിടെ നിൽക്കുവാനുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നമുക്കറിയാം, ഇന്നിപ്പോൾ കെ കരുണാകരന്റെ അനുസ്മരണ ദിനം കൂടിയാണ്. കെ കരുണാകരൻ മരിച്ചിട്ട് ഇന്നിപ്പോൾ 15 വർഷം പൂർത്തിയാകുന്ന ദിവസം കൂടിയാണ്. ആ ഒരു ദിവസം അതിന്റെ ഭാഗമായി കെ കരുണാകരന്റെ അല്ലെങ്കിൽ ആ വസതിയിലെല്ലാം നിലയും ഇന്നും ചില പരിപാടികൾ നടക്കും. ഇന്നിപ്പോൾ KPCCയിലും കെ കരുണാകരൻ അനുസ്മരണ സമ്മേളനമൊക്കെ നടക്കുകയും ചെയ്യും.
എന്തായാലും ആ ഒരു ആവശ്യത്തിലൂടെ ഇപ്പോൾ കെ മുരളീധരനും തൃശ്ശൂരിൽ പൂർണ്ണമായും അദ്ദേഹം അവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ പൂർണ്ണമായും രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴേ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു തദ്ദേശ പോരാട്ടം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വിജയം UDF-ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. അതിന്റെ ആ ഒരു ട്രെൻഡും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സ്വർണ്ണ കൊള്ളയും കൂടാതെ ഒരു ഭരണവിരുദ്ധ വികാരം അടക്കമെല്ലാം നിലയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകാനും അത് ഒരു ജാഥയായി പ്രതിപക്ഷ നേതാവിന്റെ ജാഥ ഫെബ്രുവരിയിൽ ആരംഭിക്കും. അതിലുടനീളം രാഷ്ട്രീയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഒരു അധികാരത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് UDF മാറുകയാണ്. അതിനൊരു വലിയ ആവേശം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം UDF-ന് ലഭിച്ചിട്ടുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയാണ്. ആ ഒരു ഊർജ്ജം നിലനിർത്തിക്കൊണ്ട് പോകുക എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് UDF കിടക്കുകയാണ്. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് UDF അല്ലെ?